ഹായ്, നമസ്കാരം. ഷാജീസ് കുറിയന്നു ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്തിരിത്തോട്ടമാണ് ഗായ്സ്. അതിമനോഹരമായ മുന്തിരിക്കൊലകൾ ഇങ്ങനെ തൂങ്ങി കിടക്കും. മുന്തിരി പറിക്കക്കൂടാതപ്പ പറിച്ച നുള്ളിന 500 രൂപ നമ്മ കയ്യിൽ നിന്ന് പോയിടും. நம்ம தமிழ்நாட்டில் வந்தா கொஞ்சம் தமிழ் பேசலாமா? அதுதான் நம்ம ஊரு. அந்த ஊர்ல முந்திரி கொலைகளா அந்த சுத்தி സൂപ്പറാ കിടക്കറ. ഞാൻ മലയാളം സംസാരിച്ചു കഴിഞ്ഞാലേ ശരിയാകത്തുള്ളൂ. അതുകൊണ്ട് മലയാളത്തിൽ അങ്ങ് സംസാരിക്കാം. ഇപ്പൊ തമിഴ്നാട്ടിലായതുകൊണ്ട് ഒരു ഇൻട്രോ പറയാൻ വേണ്ടി തമിഴ് സംസാരിച്ചെന്നുള്ളൂ. എനിക്ക് തമിഴ് അറിയാം, മലയാളം അറിയാം. ജെർമിയാസ് ഫാമിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഫാമാണ്. ഇവിടെ മുന്തിരിങ്ങയുടെ ജ്യൂസ് കിട്ടും, നമ്മൾക്ക് എല്ലാ ഐറ്റംസും കിട്ടും. മുന്തിരിങ്ങ പെട്ടിയിലായിട്ട് കൊടുക്കും, 1 കിലോ അപ്പുറത്തായിട്ട് തൂക്കി കൊടുക്കും. നല്ല സൗകര്യങ്ങളുള്ള ഒരു ഫാമാണ് ഇത്. ഒരു ദിവസം 1 ഡേ ട്രിപ്പ്, ഞായറാഴ്ച ദിവസങ്ങളിൽ ഫാമിലിയായിട്ട് മുന്തിരിത്തോട്ടത്തിൽ വന്ന് ഫോട്ടോയും വീഡിയോയും എടുക്കാൻ പറ്റിയ സ്ഥലം. ഒരു അടിച്ചു പൊളിച്ച് നമുക്ക് മനസ്സിന് സന്തോഷവും സംതൃപ്തിയും മുന്തിരിങ്ങയും തിന്നിട്ട് നമുക്ക് പോകാം. അതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. ഞാൻ KSRTC ബസ്സിലായിരുന്നു വന്നിരുന്നത്. അപ്പൊ കറക്റ്റ് സ്ഥലമായപ്പം എന്നെ കണ്ടക്ടർ ഇറക്കി വിട്ടായിരുന്നു. ആ സ്ഥലത്ത് നമ്മൾ ഇറങ്ങി നേരെ മുന്തിരിത്തോട്ടത്തിൽ വന്നു. ഇവിടെ ടിക്കറ്റ് ചാർജ് ഇല്ല, ഫ്രീ ആയിട്ടാണ് തന്നെ. ഈ അദ്ദേഹത്തിനെ മനസ്സിലായോ? പ്രമുഖ ബ്ലോഗറാ. ഞാൻ സബ്സ്ക്രൈബർ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പാമ്പിനെ എടുത്ത് തോളത്തൊക്കെ എടുത്ത് ഇങ്ങനെ വീഡിയോ ചെയ്യാം. ഇതിന്റെ തൊട്ട് മേളിൽ ഇതിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മുന്തിരിത്തോട്ടത്തിലോട്ട് കയറുന്ന എൻട്രിയാണ്. അപ്പോൾ ഇവിടെ ഈ പരിസരമൊക്കെ 2 ഭാഗത്തായിട്ടും മുന്തിരിത്തോട്ടമാണ്. മുകളിലായിട്ട് തെങ്ങുകൾ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഫാമിലേക്കുള്ള പോകുന്ന വഴിയാണ് ഇപ്പോൾ ഉള്ള ഫാം. അപ്പോൾ ഗായ്സ് നോക്കൂ, ആർക്കെങ്കിലും താല്പര്യമുള്ളവരാണെങ്കിൽ മുന്തിരിങ്ങ ഫ്രഷായിട്ട് വേണമെങ്കിൽ നേരെ ഇവിടെ വരിക, പൈസ കൊടുക്കുക, മേടിക്കുക, പോവുക. അടുത്ത നമ്മുടെ വീഡിയോ വരുന്ന സുന്ദരപാണ്ഡിപുരം. അതിമനോഹരമായ തമിഴ്നാട്ടിലെ വീഡിയോസ് ആണ് നമ്മൾ വരുന്നത്. അപ്പം സൂര്യകാന്തി പാടത്താല് കിടക്കുന്ന ഭാവമാണ്. അപ്പൊ ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പൊ സുന്ദരപാണ്ഡിപുരത്തെ അതിമനോഹരമായ സൂര്യകാന്തി പാടമായിരിക്കും അടുത്ത വ്ളോഗിൽ വരുന്നത്. അത് KSRTC ആനവണ്ടി യാത്ര തെങ്കാശിന്ന്, അവിടുന്ന് ശങ്കരൻകോവിൽ വഴി സുന്ദരപാണ്ഡിപുരം. അതിന്റെ വിശദ വീഡിയോ അടുത്ത പ്രാവശ്യം ഞാൻ ഇടുന്നതായിരിക്കും വ്ളോഗ്. എല്ലാവർക്കും ഒരു ശല്യമാകാതെ പെരിയ നിന്ന് മുന്തിരിത്തോട്ടത്തിന്റെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയുണ്ട് ഗായ്സ് മുന്തിരിങ്ങ? മുന്തിരി ഇല്ലാത്ത ഇഷ്ടമല്ലാതെ ആരും ഉണ്ടോ നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിൽ? മുന്തിരിയുടെ ജ്യൂസ് കിട്ടും. മുന്തിരിങ്ങ പഴുത്തത് 270, 3 കിലോ, 5 കിലോ. അതിൻ്റെ കുറച്ചുകൂടെ റേറ്റ് ഉണ്ടാവും. ഇവിടെ ലെമൺ ജ്യൂസ് ഫ്രഷ് എല്ലാം അടിച്ചു കൊടുക്കുന്നുണ്ട്. ഓ ഗൈസ് നോക്കൂ, നമ്മൾ പഴുത്ത മുന്തിരി കൊലയിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പഴുത്ത മുന്തിരിങ്ങ. തലയിലൂടെ മുന്തിരി തട്ടി പോകുന്നുണ്ട്.
എന്ത് മനോഹരമല്ലേ ഗായ്സ് ഈ മുന്തിരിക്കൊലകൾ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന കാണാൻ. നമ്മുടെ കമ്പം തേനി റൂട്ട് വന്നാൽ ജർണിയാസ് ഫാമിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്താണ് ഇവിടെ കാണാൻ പറ്റുക. മൈസൂർ കർണാടകയൊക്കെ പോവുകയാണെങ്കിൽ കാണാൻ പറ്റും. ഒരു ദിവസം വൺ ഡേ ട്രിപ്പായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതുകൊണ്ടല്ലേ ഞായറാഴ്ച ഞാനിങ്ങ് പോരുന്നത്, അല്ലേ ഞാൻ പോരുമോ? ഒരു ദിവസം വീട്ടിൽ ഇരുന്നാൽ പോലും കാഴ്ചകളൊന്നും കാണാനേ പറ്റത്തില്ല. ഇവരെന്താ പറഞ്ഞെന്നറിയാം, മുന്തിരിങ്ങ പറിച്ചു കഴിഞ്ഞാൽ 500 രൂപ ഫൈനായിരിക്കും. അല്ല വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം, അല്ലാതെ മുന്തിരിങ്ങ പറിക്കാൻ പാടില്ല. പറിച്ച് ഈ പണ്ടുള്ള പഴമക്കാരല്ലേ, മുന്തിരിങ്ങ തൂങ്ങിക്കിടന്ന് കഴിഞ്ഞാൽ കണ്ടു കഴിയുമ്പോൾ കൊതി തോന്നും, പക്ഷെ പറിക്കാൻ പറ്റത്തില്ല. എല്ലാം മലയാളീസാട്ടോ. കേരള, തമിഴ്നാട്, കർണാടക ആ ഭാഗത്തുള്ള ആൾക്കാരാണ് ഈ വരുന്നത്. ഒരെണ്ണമൊക്കെ എടുക്കാം കേട്ടോ, അതിൽ കൂടുതലൊന്നും എടുക്കരുത്. ഒരെണ്ണം മുന്തിരിങ്ങ വേണമെങ്കിൽ പിച്ചി വേണമെങ്കിൽ നമുക്ക് തിന്നാം. അങ്ങോട്ടൊക്കെയാണ് ഈ മുന്തിരിങ്ങ കായ്ച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, കളറടിച്ചു തുടങ്ങി. നേരത്തെ കുനിഞ്ഞു പോകണമായിരുന്നു, അപ്പോൾ അതെല്ലാം മാറി. ഇതാണ്ട് ഇഷ്ടംപോലെ മുന്തിരിങ്ങ നോക്കി. കഴിക്കാൻ തോന്നുന്നു മുന്തിരിങ്ങ, അപ്പോൾ അടിച്ച് കറിച്ച്. പക്ഷെ എന്ത് ചെയ്യാ, കഴിക്കാനൊന്നും പറ്റത്തില്ല. നാട്ടിൽ പോയില്ലേ? അറിയില്ലേ? ശരി. മുന്തിരിത്തോട്ടത്തിൽ നേരെ ദിണ്ടിക്കൽ ചെന്നൈ ദേശീയ ഹൈവേ പാതയാണ്. അപ്പോൾ ചെന്നൈയിലേക്ക് പോകേണ്ടവർക്കൊക്കെ നേരെ ഈ വഴി എടുക്കാം. ഞാൻ ഇതിനു മുമ്പ് നേരത്തെ വേളാങ്കണ്ണിക്ക് ഒരു പ്രാവശ്യം പോയിരുന്നു. ഏറ്റവും ദീർഘദൂര യാത്ര ചെയ്ത വേളാങ്കണ്ണി മാത്രമേ ഉള്ളൂ. വേളാങ്കണ്ണിക്കൊക്കെ ഒരു ദിവസം പോകണം. അത് എല്ലാവരും ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഈ മുന്തിരിത്തോട്ടത്തിലെ കാഴ്ചകൾ അടിപൊളി മനോഹരമായ കാഴ്ച. ഇതിനെ KSRTC ബസ്സിന്റെ പരിസരത്തു നിന്ന് ഞാൻ കണ്ടുമുട്ടിയതാ. മുന്തിരിത്തോട്ടത്തിലുള്ള വഴി ചോദിച്ചപ്പം ഞാൻ വഴി പറഞ്ഞു കൊടുത്ത് ഇങ്ങോട്ട് കയറ്റി വിട്ടതാ. ഇതങ്ങോട്ട് കൊച്ചു പോയാലേ നമുക്ക് വീഡിയോ അങ്ങോട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനെ പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ ഈ മുമ്പിലോട്ടുള്ള നല്ല ഷോട്ടുകളൊക്കെ എടുക്കുന്നത്. അപ്പം ലേഡീസൊക്കെ മുന്നോട്ട് കയറി വന്നു കഴിഞ്ഞാലേ പിന്നെ അതൊരു പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ അവരെ മാറ്റി നിർത്തിച്ചത്. ഓ ഗായ്സ്, നോക്കൂ, മുന്തിരിത്തോട്ടത്തിന്റെ അധികം ലെങ്ത് കൂടാത്ത കൊച്ചു വീഡിയോ ആണ് വരുന്നത്. ഞാനൊരു ഞായറാഴ്ചയായിരുന്നു വീഡിയോ എടുക്കുന്നത്. അന്നേരം സമയം ഇവിടെ നല്ല തിരക്കാ. നമ്മുടെ മഴക്കാറ് നല്ല ശക്തിക്ക് വരുക. ഇപ്പൊ മഴ ഇങ്ങനെ പെയ്യാനുള്ള രീതിയില്ല. അന്നേരം മഴ പെയ്തു കഴിഞ്ഞ് ഇവരാരെയും കാണുന്നില്ല, ഒറ്റയടിക്ക് ഓട്ടം എല്ലാവരും. ഞാൻ മാത്രമുണ്ട് അവിടെ വ്ളോഗും ചെയ്തുകൊണ്ട് നിൽപ്പുണ്ട്. ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ തമിഴന്മാരും കർണാടകക്കാര്, മലയാളീസ് എല്ലാവരും ഇവിടെ വരാറുണ്ട്. ഞായറാഴ്ച പൊതുവെ നല്ല കൂട്ടമാണ്. ഇവർക്ക് ഏറ്റവും നല്ല
മുന്തിരി സെയിലാവുന്ന ദിവസം ഞായറാഴ്ച ഏറ്റവും കൂടുതൽ. കാരണം സഞ്ചാരികളുടെ ഏറ്റവും കൂടുതൽ ഒഴുക്ക. ഇവിടെ കേരള ഫുഡുണ്ട്, തമിഴ്നാട് ഫുഡ്, കർണാടക ഫുഡ്. ഞാൻ ഉച്ചയ്ക്ക് വിശന്നായിരുന്നു അവിടെ വന്ന്. അപ്പോൾ പെട്ടെന്ന് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു യാത്ര. അപ്പോൾ തേനിക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ കൂട്ടുകാരന്റെ വീടിന്റെ പാലുകാച്ചായിരുന്നു. അതിന്റെ സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി ഞാൻ വന്നതാ. നമ്മുടെ ഡ്രോൺ ഷോട്ട് എടുത്തു കൊടുക്കാൻ വേണ്ടി. അതിനുവേണ്ടിയാണ് ഞാൻ തേനിയിലേക്ക് വന്നത്. ഇപ്പൊ ഞാൻ അങ്ങനെ തമിഴ്നാടിന്റെ മണ്ണിലും ഞാനൊരു ഡ്രോൺ ക്യാമറയുടെ പൈലറ്റായി. നമ്മുടെ ഡ്രോൺ ക്യാമറ തമിഴ്നാട്ടിൽ വരെ ഇപ്പോൾ പ്രശസ്തമായി. അപ്പൊ അവിടുന്ന് തന്നെ ആദ്യമായിട്ടൊരു വിളി വന്നേക്കുന്നുണ്ട്. ഇനി ഫോട്ടോഗ്രാഫർ നമ്മുടെ ഡ്രോണിന്റെ എല്ലാ ഫോട്ടോയും വീഡിയോ എടുത്തോണ്ട് പോയിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ നമ്പർ മേടിച്ചോണ്ട് പോയി. ഇനി എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യത്തുള്ളൂ. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ അവർ ഡ്രോൺ ഷോട്ട് എടുത്തു കൊടുക്കുന്നതിന് 5 തൊട്ട് 6 രൂപ തൊട്ടെയാണ് നമുക്ക് ഒരു മണിക്കൂറത്തേക്ക് അവർ ഈടാക്കുന്നത്. നമ്മൾ കുറഞ്ഞ ഒരു പൈസ മാത്രമേ ഈടാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ ആർക്കെങ്കിലും ഡ്രോൺ ഷോട്ട് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. പത്തനംതിട്ടക്കാരാണെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കും. ബാക്കിയുള്ള ജില്ലക്കാരാണെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. കാരണം ഞാൻ ജോലിക്കും വരയ്ക്കും പോകുന്നുണ്ട്. ഞായറാഴ്ച ഒരു ഒഴിവുള്ളപ്പോൾ മാത്രമാണ് എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത്. അടിപൊളി കാഴ്ചകൾ, എല്ലാവരുടെയും ഇഷ്ടസ്ഥലം. ഓ ഗൈസ് നോക്കൂ, എല്ലാവരുടെയും ഇഷ്ടസ്ഥലമായ മുന്തിരിത്തോട്ടത്തിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. മഴ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഇവര് തമിഴ്നാട്ടുകാരാണെന്ന് തോന്നുന്നു. ഇവര് അവരുടെ ഇതിലെ ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടുമെന്ന് തോന്നുന്നു. ഇത് ഒരുമാതിരി വിളഞ്ഞ മുന്തിരിയാണ് കേട്ടോ. ഓരോരോ മുന്തിരിക്ക് അതിൻ്റെ കഷ്ടപ്പാടുകളുണ്ട് കേട്ടോ. എന്താ ഓരോരോ വള്ളികൾ കെട്ടി, കമ്പിയിലായിട്ട് ഓരോരോ വള്ളികൾ വെച്ച് കെട്ടി വെച്ചിട്ടാണ് വിട്ടേക്കുന്നത്. ഞാനിപ്പോഴും ഇത് കാണുന്നു കേട്ടോ. എല്ലാം മരുന്നടിക്കുന്നുണ്ട്, എല്ലാം മരുന്നിൻ്റെ പ്രയോഗമുണ്ട്. ഈച്ച, പ്രാണി എന്ന് വന്നിട്ട് കുത്തി നാശം ചെയ്യരുത്. കണ്ടോ, അല്ലെങ്കിൽ ഇത് കഴുകി ഉപയോഗിക്കുന്ന അത്ര നല്ലത്. അല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മരുന്നൊക്കെ അടിക്കുന്നതല്ലേ. അപ്പോൾ ഞാനും മേടിക്കുക ഒരു മുന്തിരിങ്ങ.